വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 1 ദിനവൃത്താന്തം 11-ാം അധ്യായം. ഇതാ, ഞങ്ങൾ നിന്റെ അസ്ഥിയും നിന്റെ മാംസവുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ മുഴുവനും ഹെബ്രോണിൽ ദാവീദിന്റെ അടുത്ത് ഒരുമിച്ചുകൂടി. സൗൽ രാജാവായിരുന്ന മുൻകാലങ്ങളിലും നീയത്രേ ഇസ്രായേലിനെ നയിച്ചതും തിരികെ എത്തിച്ചിരുന്നതും. എൻ്റെ ജനമായ ഇസ്രായേലിനെ നീ മേയ്ക്കുമെന്നും ഇസ്രായേലിൻ്റെ മേൽ നീ നായകനായിരിക്കുമെന്നും ദൈവമായ കർത്താവ് നിന്നോടാണ് അരുളി ചെയ്തിട്ടുള്ളത്. ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെയെല്ലാം ഹെബ്രോണിലേക്ക് രാജാവിൻ്റെ അടുത്ത് വന്നു. ദാവീദ് ഹെബ്രോണിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അവരുമായി ഒരു ഉടമ്പടി ചെയ്തു. സാമുവേലിലൂടെ കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് അവർ ദാവീദിനെ ഇസ്രായേലിന് മേൽ രാജാവായി അഭിഷേകം ചെയ്തു. ദാവീദ് ഇസ്രായേൽ മുഴുവനുമൊപ്പം ജെറുസലേമിലേക്ക്, അതായത് ജബൂസിലേക്ക് പോയി. അവിടെ ആ നാട്ടിൽ വസിച്ചിരുന്നവർ ജബൂസുകളായിരുന്നു. നീ ഇവിടെ കടക്കുകയില്ല എന്ന് ജബൂസ് നിവാസികൾ ദാവീദിനോട് പറഞ്ഞു. എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ചെടുത്തു. അതാണ് ദാവീദിന്റെ നഗരം. ദാവീദ് പറഞ്ഞു, ജബൂസുകളെ ആദ്യം നിഹനിക്കുന്നവനായിരിക്കും തലവനും നായകനും. സെരൂയായുടെ മകൻ യോവാബ് ആദ്യം കയറി ചെന്നു. അവൻ തലവനാവുകയും ചെയ്തു. ദാവീദ് ആ കോട്ടയിൽ വസിച്ചതിനാൽ ദാവീദിന്റെ നഗരം എന്ന് അവർ അതിനെ വിളിച്ചു. പിന്നെ അവൻ നഗരം മില്ലോ മുതൽ ചുറ്റോട് ചുറ്റും പണിതു. നഗരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ യോവാബ് പുനരുദ്ധരിച്ചു. ദാവീദ് നാൾക്കുനാൾ പ്രബലനായിക്കൊണ്ടിരുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് ദാവീദിനെ രാജാവാക്കാൻ, അവനെ ഭരണത്തിൽ ശക്തിപ്പെടുത്താൻ ഇസ്രായേൽ മുഴുവനുമൊപ്പം അവന്റെ കൂടെ ഉണ്ടായിരുന്ന യോദ്ധാക്കളുടെ തലവന്മാർ ഇവരാണ്. ദാവീദിനുണ്ടായിരുന്ന ശക്തന്മാരുടെ എണ്ണം ഇതാണ്: ഹക്മോന്യനും 30 പേരുടെ തലവനുമായ യശോഭയാം. അവൻ തന്റെ കുന്തമുയർത്തി 300 പേരെ ഒരേ സമയം വധിച്ചിരുന്നു. അവനുശേഷം കൊഹീനായ ദോദോയുടെ പുത്രൻ എലയാസർ. അവനായിരുന്നു 3 ശക്തന്മാരിൽ ഒരുവൻ. ഫിലിസ്ത്യക്കാർ യുദ്ധത്തിന് പസ്തമീമിൽ അണിനിരുന്നപ്പോൾ അവനായിരുന്നു ദാവീദിനോട് കൂടെ അവിടെ ഉണ്ടായിരുന്നത്. അത് ബാർലി നിറഞ്ഞ ഒരു വയൽ നിലമായിരുന്നു. ജനം ഫിലിസ്ത്യക്കാരുടെ മുൻപിൽ നിന്ന് ഓടിക്കളഞ്ഞു. എന്നാൽ അവൻ വയൽ മധ്യേ നിലയുറപ്പിച്ച് അത് വീണ്ടെടുക്കുകയും ഫിലിസ്ത്യക്കാരെ വധിക്കുകയും ചെയ്തു. ഒരു വൻ വിജയത്താൽ കർത്താവ് അവർക്ക് രക്ഷ നൽകി. 30 തലവന്മാരിൽ 3 പേർ അദുല്ലാം ശിലാ ഗുഹയിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഫിലിസ്ത്യക്കാർ റഫായിം താഴ്വരയിൽ കൂടാരമടിച്ചിരുന്നു. ഫിലിസ്ത്യക്കാരുടെ ഒരു പട്ടാളം ബെത്ലഹേമിൽ ഉണ്ടായിരുന്നപ്പോൾ ദാവീദ് സുരക്ഷിത സങ്കേതത്തിലായിരുന്നു. ദാവീദ് ആർത്തിയോട് ചോദിച്ചു, കവാടത്തിങ്കിലുള്ള ബെത്ലഹേം കിണറ്റിൽ നിന്ന് ആരെനിക്ക് വെള്ളം കുടിക്കാൻ തരും? ആ 3 പേർ ഫിലിസ്ത്യക്കാരുടെ പാളയത്തിൽ കടന്ന് കവാടത്തിങ്കിലുള്ള ബെത്ലഹേം കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് ദാവീദിന്റെ പക്കൽ വന്നു. എന്നാൽ ദാവീദ് അത് കുടിക്കാൻ തയ്യാറായില്ല. അവൻ അത് കർത്താവിന് സമർപ്പിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ ദൈവം ഇത് ചെയ്യുന്നതിന് എന്നെ ഇടയാക്കാതിരിക്കട്ടെ. ഈ ആളുകളുടെ രക്തം അവരുടെ ജീവനോടൊപ്പം ഞാൻ കുടിക്കുകയോ? അവരുടെ ജീവൻ കൊണ്ടാണല്ലോ അവർ ഇത് കൊണ്ടുവന്നത്. അത് കുടിക്കാൻ അവന് മനസ്സ് വന്നില്ല. ആ 3 ശക്തന്മാരാണ് ഇവ ചെയ്തത്. യോവാബിന്റെ സഹോദരനായിരുന്നു അബിഷായ്. അവനായിരുന്നു 30 പേരുടെ തലവൻ. അവൻ കുന്തമുയർത്തി 300 പേരെ വധിച്ചു. എന്നാൽ മൂവർക്കിടയിൽ അവന് പേരുണ്ടായിരുന്നു. 30 പേരേക്കാൾ ഇരട്ടിയായി അവൻ ആദരിക്കപ്പെട്ടു. അവൻ അവർക്ക് നായകനായി തീർന്നു. എന്നാൽ അവൻ 3 എത്തിയില്ല. കബ്സയിൽ നിന്നുള്ള യഹോയാദായുടെ പുത്രനായ ബെനായ വീരകൃത്യങ്ങൾ ചെയ്ത പോരാളിയായിരുന്നു. ഇവൻ മോവാബിലെ 2 യോദ്ധാക്കളെ വധിച്ചതിന് പുറമെ മഞ്ഞുകാലത്ത് ഒരു ഗുഹയുടെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് ഒരു സിംഹത്തെയും കൊന്നു. 5 മുഴം ഉയരമുള്ള ദീർഘകായനായ ഒരു ഈജിപ്തുകാരനെയും അവൻ സംഹരിച്ചു. ഈജിപ്തുകാരന്റെ കയ്യിൽ നെയ്ത്തുകാരന്റെ ഓടം പോലുള്ള ഒരു കുന്തമുണ്ടായിരുന്നു. അവൻ ഒരു വടിയുമായി ഈജിപ്തുകാരന്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്ന്
അയാളുടെ കയ്യിൽ നിന്ന് കുന്തം പിടിച്ചു പറിച്ച് അയാളുടെ കുന്തം കൊണ്ട് തന്നെ അയാളെ കൊന്നു. ഇവയെല്ലാം യഹോയാദായുടെ പുത്രൻ ബനായ ചെയ്തവയാണ്. എന്നാൽ 3 ശക്തന്മാർക്കിടയിൽ അവന് പേരുണ്ടായിരുന്നു. 30 പേർക്കിടയിൽ കീർത്തിമാൻ അവൻ തന്നെയായിരുന്നുവെങ്കിലും മൂവരോളം അവൻ എത്തിയില്ല. ദാവീദ് അവനെ തൻ്റെ അംഗരക്ഷകരുടെ മേൽ നിയമിച്ചു. സൈന്യത്തിലെ ശക്തന്മാർ: യോവാബിന്റെ സഹോദരൻ അസഹേൽ, ബെത്ലഹേമിൽ നിന്നുള്ള ദോദോയുടെ പുത്രൻ എൽഹനാൻ, ഹറോദുകാരൻ ഷമ്മൂത്ത്, പെലോനുകാരൻ ഹേലസ്, തെക്കോവക്കാരൻ ഇക്കേഷിന്റെ പുത്രൻ ഈര, അനാത്തോത്തുകാരൻ അബിയേസർ, ഹുഷാത്തുകാരൻ സിബെഹായ്, അഹോഹുകാരൻ ഈലായ്, നെത്തോഫക്കാരൻ മഹറായ്, നെത്തോഫക്കാരൻ ബാനായുടെ പുത്രൻ ഹേലത്ത്, ബെഞ്ചമിനരുടെ ഗിബയായിൽ നിന്നുള്ള റിബായുടെ പുത്രൻ ഇത്തായി, പിറാത്തൂൻകാരൻ ബനായ, ഹാഷ് അരുവിക്കരയിലെ ഹുറായ്, അർബത്തുകാരനായ അബിയേൽ, ബഹ്റൂംകാരനായ അസ്മാവെത്ത്, ഷാൽബോൻകാരൻ എലിയാഹ്ബ, ഗിസോൻകാരനായ ഹാഷേമിന്റെ പുത്രന്മാർ: ഹരാറുകാരനായ ഷാഗിയുടെ പുത്രൻ ജോനാഥൻ, ഹരാറുകാരൻ സാഹറിന്റെ പുത്രൻ അഹിയാം, ഊറിന്റെ പുത്രൻ എലിഫാൽ, മെക്കേറത്തുകാരൻ ഹേഫർ, പെലോൻകാരൻ അഹിയ, കാർമിൽക്കാരൻ ഹെസറോ, എസ്ബായുടെ പുത്രൻ നാരായ്, നാഥാന സഹോദരൻ ജോയേൽ, ഹഗ്രിയുടെ പുത്രൻ മിബ്ഹാർ, അമോൻകാരൻ സേലഹ്, സെരൂയായുടെ പുത്രൻ യോവാബിന്റെ ആയുധവാഹകനായ ബെറോത്തുകാരൻ നഹറായ്, ഇത്രക്കാരനായ ഈറ, ഇത്രക്കാരനായ ഗാരബ്, ഹിത്തുകാരനായ ഊറിയ, അഹ്ലായുടെ മകൻ സാബാ, റൂബൻകാരുടെ ഒരു നേതാവായ റൂബൻകാരനായ ഷിസയുടെ പുത്രൻ അദീനായും അവനോടൊപ്പം 30 പേരും, മക്കായുടെ പുത്രൻ ഹാനാൻ, മിത്താൻകാരനായ യോഷഫാത്ത്, അഷ്തെറാത്തുകാരൻ ഊസിയ, ഷാമ, ജയ്യേൽ, അരോവറിൽ നിന്നുള്ള ഹൊത്താമിന്റെ പുത്രന്മാർ: ഷിമ്രിയുടെ പുത്രൻ യദിയായേൽ, അവന്റെ സഹോദരൻ തിസുകാരൻ യോഹ, മഹാനാവുകാരൻ എലിയേൽ, എൽനാമിന്റെ പുത്രന്മാരായ യെറീബായായും യോഷാബിയായും, മോവാബുകാരൻ ഇത്മ, മെസോബുകാരനായ എലിയേൽ, ഓബദ്, യസിയേൽ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് സംപ്രീതമായിരിക്കുന്ന ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. എൻ്റെ ചൈതന്യം ഞാൻ അവനുമേൽ വർഷിച്ചു. അവൻ ജനതകൾക്കായി നീതി വെളിപ്പെടുത്തും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല. തൻ്റെ സ്വരം തെരുവീതികളിൽ കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ ഒടിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി വെളിപ്പെടുത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ തളരുകയോ തകരുകയോ ഇല്ല. തീരദേശങ്ങൾ അവൻ്റെ നിയമത്തിനായി കാത്തിരിക്കും. ആകാശങ്ങളെ സൃഷ്ടിക്കുകയും അവയെ വിരിച്ചു നിർത്തുകയും ഭൂമിയെയും അതിലെ വിഭവങ്ങളെയും വ്യാപിപ്പിക്കുകയും അതിലെ ജനത്തിന് ശ്വാസവും അതിൽ ചരിക്കുന്നവർക്ക് ചൈതന്യവും നൽകുകയും ചെയ്യുന്ന കർത്താവായ തമ്പുരാൻ ഇങ്ങനെ അരുളിച്ചെയ്യുന്നു: ഞാനാണ് കർത്താവ്, നിന്റെ കയ്യിൽ മുറുകെ പിടിക്കേണ്ടതിനും നിന്നെ സംരക്ഷിക്കേണ്ടതിനും ജനതകൾക്ക് പ്രകാശമായി ജനത്തിന് ഉടമ്പടിയായി നിന്നെ നൽകേണ്ടതിനുമായി നീതിയിൽ ഞാൻ നിന്നെ വിളിച്ചു. അന്ധമായ നയനങ്ങൾ തുറക്കുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ തടവറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി തന്നെ. ഞാനാണ് കർത്താവ്, അതാണ് എൻ്റെ നാമം. എൻ്റെ മഹത്വം മറ്റാർക്കും ഞാൻ കൊടുക്കുകയില്ല, എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും. പഴയ കാര്യങ്ങൾ ഇതാ നിറവേറിയിരിക്കുന്നു, പുതിയ കാര്യങ്ങൾ ഞാൻ പ്രസ്താവിക്കുകയും ചെയ്യുന്നു. അവ മുള പൊട്ടുന്നതിന് മുൻപേ ഞാൻ നിങ്ങളെ അറിയിക്കും. സമുദ്രത്തിലേക്ക് പോകുന്നവരെ, അതിലുള്ളവയെ, തീരദേശങ്ങളെ, അവയിലെ നിവാസികളെ, കർത്താവിന് ഒരു പുതുഗാനം ആലപിക്കുവിൻ. ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടത്തെ സ്തുതിയും. മരുഭൂമിയും അതിലെ നഗരങ്ങളും കേദാർ അധിവസിക്കുന്ന ഗ്രാമങ്ങളും സ്വയം ഉയർത്തട്ടെ. സേലാ നിവാസികൾ ആർപ്പ് വിളിക്കട്ടെ. മലമുകളിൽ നിന്ന് അവർ ഉദ്ഘോഷിക്കട്ടെ. അവർ കർത്താവിന് മഹത്വം നൽകട്ടെ. തീരദേശങ്ങളിൽ അവിടുത്തെ സ്തുതി ഘോഷിക്കട്ടെ. കർത്താവ് വീരപുരുഷനെ പോലെ പുറപ്പെടും. യോദ്ധാവിനെ പോലെ അവിടുന്ന് തീക്ഷ്ണതയുണർത്തും. അവിടുന്ന് പോർവിളി മുഴക്കുന്നു, ആക്രോശിക്കുകയും ചെയ്യുന്നു. തൻ്റെ ശത്രുക്കൾക്കെതിരെ അവിടുന്ന് പ്രബലപ്പെടും. വളരെ കാലം ഞാൻ നിശബ്ദനായിരുന്നു.
ഞാൻ മൂകത പാലിച്ച് സ്വയം നിയന്ത്രിച്ചു. ഇപ്പോൾ ഈറ്റുനോവുള്ളവളെപ്പോലെ ഞാൻ നിരങ്ങും. ഞാൻ നെടുവീർപ്പിടും, ഒപ്പം കിതയ്ക്കുകയും ചെയ്യും. പർവ്വതങ്ങളും കുന്നുകളും ഞാൻ തരിശാക്കും. അതിലെ പച്ചപ്പ് മുഴുവൻ ഞാൻ ഉണക്കിക്കളയും. നദികളെ ഞാൻ ദ്വീപുകളാക്കും. തടാകങ്ങൾ ഞാൻ വറ്റിച്ചു കളയും. അവരറിയാത്ത വഴിയിൽ കുരുടരെ ഞാൻ നടത്തും. അവരറിയാത്ത പാതകളിൽ അവരെ ഞാൻ നയിക്കും. അവർക്ക് മുമ്പിലെ ഇരുണ്ട ഇടത്തെ ഞാൻ പ്രകാശമാക്കും. ദുർഘട ഇടങ്ങളെ നിരപ്പാക്കും. ഇക്കാര്യങ്ങൾ ഞാൻ അവർക്കായി ചെയ്തിരിക്കുന്നു. ഞാൻ അവരെ ഉപേക്ഷിച്ചിട്ടില്ല. വിഗ്രഹങ്ങളിൽ ആശ്രയിക്കുന്നവർ, നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരാണ് എന്ന് വാർപ്പ് ബിംബങ്ങളോട് പറയുന്നവർ പിന്തിരിഞ്ഞ് അതിയായി ലജ്ജിക്കും. ബധിരരെ കേൾക്കുവിൻ, അന്ധരെ ഗ്രഹിക്കാനായി നോക്കുവിൻ. എൻ്റെ ദാസനല്ലാതെ ആരുണ്ട് കുരുടനായി? ഞാൻ അയക്കാനിരിക്കുന്ന എൻ്റെ ദൂതനെ പോലെ ബധിരനായും ഉടമ്പടിക്കാരനെ പോലെ അന്ധനായി ആരുണ്ട്? കർത്താവിൻ്റെ ദാസനെ പോലെ കുരുടനായും. ഏറെ കണ്ടിട്ടും അവൻ ഗ്രഹിച്ചില്ല, കാതുകൾ തുറന്നിരുന്നിട്ടും അവൻ കേട്ടില്ല. തൻ്റെ നീതിയെ പ്രതി കർത്താവ് സംപ്രീതനായി. അവിടുന്ന് നിയമത്തെ ഉത്കൃഷ്ടമാക്കുകയും മഹനീയമാക്കുകയും ചെയ്യും. എന്നാൽ കൊള്ളയടിക്കപ്പെടുകയും കവർച്ച ചെയ്യപ്പെടുകയും ചെയ്ത ജനമാണിത്. അവരെല്ലാം ഗുഹകളിൽ അകപ്പെട്ടവരും കാരാഗൃഹങ്ങളിൽ അടയ്ക്കപ്പെട്ടവരുമാണ്. മോചകനില്ലാതെ അവർ കവർച്ച വസ്തുവായി തീർന്നു. തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയാൻ ആരുമില്ലാത്ത കൊള്ളവസ്തു തന്നെ. ഭാവിയെക്കുറിച്ച് കേൾക്കേണ്ടതിന് ഇത് ചെവിക്കൊള്ളുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നവൻ നിങ്ങളിൽ ആരുണ്ട്? യാക്കോബിനെ കൊള്ളവസ്തുവായും ഇസ്രായേലിനെ കവർച്ചക്കാർക്കായും വിട്ടുകൊടുത്തത് ആരാണ്? കർത്താവ് തന്നെയല്ലേ? അവിടത്തേക്ക് എതിരായല്ലേ നാം പാപം ചെയ്തത്? അവിടുത്തെ മാർഗങ്ങളിൽ ചരിക്കാൻ അവർ മനസ്സായില്ല. അവിടുത്തെ നിയമം അവർ അനുസരിച്ചില്ല. ആകയാൽ തൻ്റെ കോപാഗ്നിയും യുദ്ധവീര്യവും അവൻ്റെ മേൽ അവിടുന്ന് ചൊരിഞ്ഞു. അത് ചുറ്റും ആളിപ്പടർന്നിട്ടും അവൻ അറിഞ്ഞില്ല. അത് അവനെ ദഹിപ്പിച്ചിട്ടും അവൻ കൂട്ടാക്കിയില്ല. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലേന മറിയം കല്ലറയുടെ സമീപത്തേക്ക് വന്നു. കല്ലറയുടെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിന്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യന്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു. എന്നാൽ അവനെ അവർ എവിടെ വെച്ചു എന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ചോടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗമോടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവന് പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടെയല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ മറ്റു ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് അവർ ഇതുവരെ മനസ്സിലാക്കിയിരുന്നില്ല. അനന്തരം ശിഷ്യന്മാർ വീടുകളിലേക്ക് മടങ്ങിപ്പോയി. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ